നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ അടക്കി വാണിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ഭരതൻ സാറും പത്മരാജൻ സാറും. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒക്കെ ഫേസ് ചേഞ്ച് ചെയ്ത ഒരു ഡയറക്ടറായിരുന്നു എം മോഹൻ. ഇന്ന് ഞാനിങ്ങനൊരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എം മോഹൻ അദ്ദേഹം എൻ്റെ അമ്മാവനാണ്, എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനാണ്. അപ്പോൾ അമ്മാവൻ ഈ വരുന്ന ഓഗസ്റ്റ് 27 മരിച്ചിട്ട് ഒരു വർഷമാവുകയാണ്. അമ്മാവൻ മരിച്ചതിന് ശേഷമോ മരിക്കുന്നതിന് മുന്നോ അമ്മാവന് വേണ്ടിയ അംഗീകാരം കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. കാരണം അമ്മാവൻ്റെ ഫിലിംസ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു മൂവി ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലത്തുള്ളൊരു ഫിലിം മേക്കിംഗ് ആയാലും അങ്ങനത്തെ ഒരു സ്റ്റോറീസ് ആയിരുന്നു അമ്മാവൻ്റെ എല്ലാ പടങ്ങളുടെയും. പക്ഷെ എന്ത് കാരണവശാലാന്ന് അറിയില്ല, പക്ഷെ ആ ഒരു അംഗീകാരം ഒന്നും അമ്മാവന് കിട്ടിയിട്ടില്ല. ആ ഒരു ചേഞ്ച് ഈ പറഞ്ഞ പത്മരാജൻ സാറിൻ്റെയും ഭരതൻ സാറിൻ്റെയൊക്കെ അതേ തട്ടിൽ വെക്കാം അമ്മാവൻ്റെ മൂവീസ് എല്ലാം. പക്ഷെ അമ്മാവനെ അത്ര അറിയപ്പെട്ടിട്ടില്ല. അപ്പോൾ മീ ബീങ് ഹിസ് ഫാമിലി മെമ്പർ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കടമ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിബ്യൂട്ട് പോലെ അമ്മാവൻ്റെ കുറച്ച് മൂവീസ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങളിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു 4-5 പേരെങ്കിലും എൻ്റെ അമ്മാവൻ്റെ മൂവീസിനെ പറ്റിയിട്ട് അറിയുക. ആ മൂവീസ് അറ്റ്ലീസ്റ്റ് കാണാനായിട്ടൊരു എഫേർട്ട് എടുത്താൽ അത്രയും നല്ലത്. അങ്ങനെ കണ്ട് അമ്മാവൻ്റെ മൂവീസും അമ്മാവനെയും കുറച്ച് പേര് അറിയണം. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആ ഒരു ആശപ്പുറത്ത് ഞാൻ ചെയ്യുന്നതാണ് ഈ വീഡിയോസൊക്കെ. സോ ഇനിയുള്ള കുറച്ച് വീഡിയോസ് അങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അമ്മാവൻ്റെ കുറച്ച് മൂവീസിനെ പറ്റിയിട്ടായിരിക്കും ഇനിയുള്ള എൻ്റെ കുറച്ച് വീഡിയോസ്. സോ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്കറിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് കുറേ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അപ്പം ഇന്ന് ഞാൻ ആദ്യമേ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും അമ്മാവൻ്റെ കുറച്ച് അറിയപ്പെടുന്നൊരു മൂവിയായിട്ടുള്ള പക്ഷേ വെച്ചിട്ടാണ്. ഈ മൂവിയിൽ മോഹൻലാൽ സാർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ നെയിം ബാലേന്ദ്ര മേനോൻ. ആളൊരു സിവിൽ സർവൻ്റ് ആണ്. അപ്പോൾ ആളുടെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫാണ്. കാരണം ആൾ ഗോത്രൂ ചെയ്യുന്നത് ഒട്ടും റെസ്പെക്റ്റ് കിട്ടാത്തൊരു ഫാമിലിയിലാണ് ആൾ ജീവിച്ചു പോകുന്നത്. പിന്നെ ആളുടെ പാസ്റ്റ് ലവ് അതൊക്കെ ആളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുടെ ഫാമിലി ലൈഫ് ഒട്ടും ഹാപ്പി അല്ല. അപ്പം ഇതിൽ വൈഫായിട്ട് അഭിനയിക്കുന്നത് ശാന്തികൃഷ്ണ മാമാണ്. പുള്ളിക്കാരി തീരെ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാണ്ട് കാശിന് പുറകെ ഒരു പോസ്റ്റ് ലൈഫ് ലീഡ് ചെയ്യുന്നൊരു വൈഫാണ്. അമ്മായച്ചനായിട്ട് തിലകൻ സാറാണ്. ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടറാട്ടോ അതിലത്തെ. ആള് ഇങ്ങനെ ഒരുമാതിരി വിലക്കെടുത്ത പോലെയാണ് മോഹൻലാൽ സാറിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഈ പടത്തിൽ മൊത്തം. അങ്ങനെ ആൾ വെറുത്ത് ബാലേന്ദ്ര മേനോൻ ഈ ഒരു ഫാമിലി ലൈഫ് വേണ്ടാന്ന് വെച്ചിട്ട് റിസോർട്ടിലേക്ക് പോയി നിൽക്കുക. അപ്പോൾ അതിനിടയിലാണ് ഇവരെ പാസ്റ്റ് ലൈഫ് കാണിക്കുന്നത്. അതിൽ ബാലേന്ദ്ര മേനോൻ ഒരു സാധാ ഒരു കുടുംബത്തിലാണ്, കുറേ പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ട്, 2 പെങ്ങന്മാരുണ്ട്. അപ്പം അങ്ങനെ ആൾ സിവിൽ സർവീസ് എക്സാം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ജോലിയോ ഒന്നുമില്ല. ആളുടെ ലവറാണ് നന്ദിനി മേനോൻ, ശോഭന മാമിൻ്റെ ക്യാരക്ടർ. പുള്ളിക്കാരി അവിടുത്തെ അത്യാവശ്യം ഒരു റിച്ച് ഫാമിലിയിലത്തെ ഒരു ലേഡിയാണ്. ഇവരെ ലവൊക്കെ അതിൽ കാണിക്കുന്നതാണ് ഭയങ്കര ഫ്രഷായിട്ട് തോന്നും. നമുക്ക് ഒട്ടും ഓവറല്ല, നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഫീലിംഗാണ്. അവരെ ഭയങ്കര ക്ലീനായിട്ട് അത് എടുത്തിട്ടുമുണ്ട്. ഇവരുടെ സാഹചര്യം മൂലം ഇവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. അവസാനമാണ് മോഹൻലാൽ സാറ് ഈ ശാന്തികൃഷ്ണ മാമിനെ കല്യാണം കഴിക്കുന്നത്. ആളുടെ നിവൃത്തികേട് കൊണ്ട് കല്യാണം കഴിക്കുന്നതാണ്. ഇവർ കല്യാണം കഴിച്ച് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ശോഭന മാം അവരുടെ വീട്ടിൻ്റെ ജനാലയിൽ കൂടെ നോക്കുന്നൊരു സീനാണ്. ഒരു അംബാസഡർ കാറിൽ ഇങ്ങനെ താഴെ റൂട്ടിൽ കൂടെ പോകുന്നു, ശോഭന മാം മുകളിൽ നിന്ന് നോക്കുന്നൊരു സീനുണ്ട്. നമുക്കതൊക്കെ എന്താ പറയുക, ഇപ്പോഴും ഇങ്ങനെ ഉള്ളിലിങ്ങനെ നിൽക്കുന്നൊരു സീനാണ്. ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും ആ സീനൊക്കെ കാണുമ്പോൾ. അത് കഴിഞ്ഞ് ഇവർ പ്രസൻറ്റ് ലൈഫിൽ ആ റിസോർട്ടിൽ നിൽക്കുമ്പോൾ റിസോർട്ടിൽ തൊട്ടപ്പുറത്തെ റൂമിലാണ് ശോഭന മാം വന്ന് താമസിക്കുന്നത്. നന്ദിനി മേനോൻ. പുള്ളിക്കാരി ഒരു അവാർഡൊക്കെ കിട്ടി അവിടെ ഒരു കുറച്ച് ദിവസത്തേക്കായിട്ട് വന്നേക്കുന്നതാണ്. അങ്ങനെ ഇവരെ വീണ്ടും കാണുന്നു. ഇവരുടെ പഴയ ലൈഫിലേക്ക് റീബൗണ്ട് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നസെൻ്റുകളുടെ ക്യാരക്ടർ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അടിപൊളി ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ നമുക്കിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ഡേ ഒരുമിച്ച് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഭാര്യയുടെ മക്കളുടെ എൻട്രി. വീണ്ടും ഭാര്യ ഇതിൻ്റെ ഇടയ്ക്ക് ഡിവോഴ്സൊക്കെ കൊടുക്കാൻ ഫയൽ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി തിരിച്ചൊരു വരവ് വരും, മാപ്പും പറഞ്ഞ് കാലൊക്കെ പിടിച്ച്. എൻ്റെ അമ്മ നമുക്കിങ്ങനെ വെറുത്തു, ഈ പെണ്ണുമ്പോൾ എന്തിനിപ്പോൾ കയറി വന്നതെന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകുന്നൊരു സീനാട്ടോ അത്. അവസാനം മോഹൻലാൽ സാറ് ശോഭന മാമിൻ്റെ റൂമിൽ പോയി ചോദിക്കും. അപ്പോൾ പുള്ളിക്കാരി അവിടെ റെഡ് സാരിയൊക്കെ എടുത്ത് പൊട്ടൊക്കെ തൊട്ട് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് നിൽക്കുന്ന ഒരു സീനത്.
പുള്ളിക്കാരി അപ്പം പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ത്യാഗം നമുക്കല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റും ബാലേട്ടാന്ന് പറഞ്ഞിട്ട്. നമുക്കെന്താ പറയുക, അത്രയ്ക്കും സങ്കടം തോന്നുന്ന സമയത്ത് അവരുടെ നിസ്സഹായാവസ്ഥ. കാരണം രണ്ടാമത്തെ വട്ടവും വിധി അവരോട് ഭയങ്കര അൺഫെയർ ആയതുപോലെ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ അവസാനം പിള്ളേരെ ആലോചിക്കണം, അങ്ങനത്തെ ഒക്കെ കുറേ ഒരു ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് മോഹൻലാൽ വീണ്ടും ശാന്തികൃഷ്ണയുടെ കൂടെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോവുകയാണ്. പക്ഷെ ഇവിടെ ഒരാൾക്കെല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞ് ഇങ്ങനെ വീഴുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ലാസ്റ്റ് സീനിൽ കാണാൻ മോഹൻലാൽ സാർ ഇങ്ങനെ വിഷമിച്ച് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഇപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സീനുകളെല്ലാം. ഞാൻ ഈ പടം കണ്ട് ഒരു പ്രാവശ്യം ഞാൻ അമ്മാവനും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ പടം കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു 12th പഠിക്കുന്ന ടൈമിൽ. അപ്പം ഞാൻ ചോദിച്ചു എൻഡിങ് ഒക്കെ ഞാൻ ചോദിച്ചു, എന്തിനും ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കി പടത്തിന് വേണ്ടിയിട്ട്, ഭയങ്കര അൺഫെയർ അല്ലേ എന്നൊക്കെ എന്നെ ചോദിച്ചു. അപ്പം അമ്മാവൻ പറഞ്ഞു, ഇപ്പം ഇതിനൊരു ഹാപ്പി എൻഡിങ് ആണെങ്കിൽ നീ ഇതുപോലെ ഓർത്തിരിക്കുമോ എന്ന് ചോദിച്ചു. ശരിയാണ്, ഹാപ്പി എൻഡിങ് ആണെങ്കിൽ നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ക്ലൈമാക്സ് ഈ പടത്തിനുണ്ടായത്. ഈ പടത്തിൻ്റെ ആക്ട് ക്ലൈമാക്സ് ഇതാണ് എന്നാണ് ആള് പറഞ്ഞ ഉത്തരം. അതുപോലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനത്തെ ഒരു പേര് ഈ പടത്തിൽ പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതെന്താ അങ്ങനെ ഇടാൻ കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ കുറേ പക്ഷേ എന്ന് വെച്ചാൽ ബട്ട് ഹവർ ദോ ആ ഒരു മീനിങ് ആണല്ലോ വരുന്നത്. കുറേ ഉണ്ട് അങ്ങനത്തെ ആ ഒരു ഇൻസ്റ്റൻസ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന് ഇയാളുടെ ലവിൻ്റെ പിറകെ പോകാമായിരുന്നു ആർക്ക് തുടക്കത്തിൽ ബാലേന്ദ്രൻ മേനോന്. പക്ഷേ പുള്ളിക്കാരന് നോക്കേണ്ടതായിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഫാമിലി ഉണ്ട്, പെങ്ങന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിവൃത്തികേടുകൊണ്ടാണ് ആ ഒരു കല്യാണം ഉപേക്ഷിച്ച് ശാന്തികൃഷ്ണ മാമിനെ കല്യാണം കഴിക്കുന്നത്. അതുപോലെ തന്നെ എൻഡിലായാലും ശരി, പുള്ളിക്കാരന് വേണമെങ്കിൽ നന്ദിനി മേനോനെ ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് മക്കളെ നോക്കണമായിരുന്നു. അപ്പം അങ്ങനെ കുറേ പക്ഷികൾ ഈ സ്റ്റോറിയിൽ ഉണ്ട് എന്നുള്ളത് അമ്മാവൻ അതിങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കണം, ഓ ശരിയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുന്ന പോലെ അമ്മാവനും ഞാനും തമ്മിൽ വേറൊരു സംസാരങ്ങളോ ഒന്നൊരു പേഴ്സണൽ ഇതായിട്ട് നമുക്കറിയാം. ബട്ട് ഹി ആസ് എ ഡയറക്ടർ ആളൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് അമ്മാവനായിട്ട് കൂടുതൽ സംസാരിച്ചേക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ മൂവി കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ട്, കുറേ പേര് കണ്ടിട്ടുള്ളൊരു മൂവിയാണ് പക്ഷേ. കാരണം ഈ ഒരു പെയർ ഞാൻ പറഞ്ഞില്ല, ഐക്കോണിക് പെയർ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ പടം പലരും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ അമ്മാവൻ്റെ ഫസ്റ്റ് മൂവി. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറച്ച് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.